ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ വിഷമം മരണം വരെ ഇനി മാറില്ല. അതനുഭവിക്കുമ്പോഴേ നിനക്കത് മനസ്സിലാവും. അവന്തികേട്ടത്തി പറഞ്ഞതുപോലെ അച്ഛനടുത്തിന്റെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ഇപ്പൊ എന്റെ സംശയം. ഞങ്ങൾ തമ്മിൽ ഒരു പരിചയമില്ല. പിന്നെ എന്തിനു ഞാൻ ആ കുട്ടിയെ കൊല്ലണം? പ്ലീസ്, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. എന്റെ സഹോദരിയെ കൊല്ലാൻ നിനക്ക് ആരുടെ കൊട്ടേഷൻ തന്നത്? മുമ്പ് 2 തവണ അവൾക്ക് നേരെ ആരോ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം എന്റെ ആളുകൾ അവളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ഇനി അത് നീ തന്നെ ആയിരുന്നോ? അല്ല, ഞാനല്ല. എനിക്കൊന്നും അറിയില്ല. തമ്പാനെ, സത്യം പറയടാ. അയ്യോ വേണ്ട, ഒന്നും ചെയ്യല്ല. അയ്യോ ചെയ്യല്ലേ. അയ്യോ ഞാനല്ല, എനിക്കൊന്നും അറിയില്ല. അതെ, നീ ഇല്ലാതാക്കിയത് എന്റെ പ്രാണനെയാ. ഞാനല്ല. നിന്റെ ജീവൻ എടുക്കാതെ എന്റെ കലി അടങ്ങില്ല. അതിനു മുമ്പ് നീ സത്യം പറയണം. ആരുടെ ആളാ നീ? അവളെ കൊന്നതിന് നിനക്ക് എത്ര കിട്ടി? പറടാ. ഞാൻ പറഞ്ഞത് സത്യ, വിശ്വസിക്കണം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ കുട്ടി ആ ഫോണിൽ സംസാരിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി വന്നത്. ഞാൻ പെട്ടെന്ന് വണ്ടി വെട്ടി തിരിച്ചപ്പോ ഞാൻ കണ്ടില്ല. ഇതാണ് സത്യം. ഞാൻ ആരുടെ ആളല്ല. എനിക്ക് വേറെ ഒന്നും അറിയില്ല. ഇവൻ പറയുന്നത് മുഴുവൻ കള്ളമല്ല. ഇവൻ തന്നെയാ നമ്മുടെ ലക്ഷ്മിയെ കൊന്നത്. ഇവനെ കൊന്നത്. ഇവിടെ വെച്ച് വേണ്ട, ഇവനെ വലിച്ച് വണ്ടി കയറ്റ്. ഇങ്ങോട്ട് പോടാ. അയ്യോ വേണ്ട, അങ്ങോട്ട് എന്നെ വിട്. ആടാ ഇങ്ങോട്ട്. എന്നെ ഒന്നും ചെയ്യല്ലേ. വേണ്ട, ഒന്നും ചെയ്യല്ലേ. അയ്യോ വേണ്ട, ഒന്നും ചെയ്യല്ലേ. അയ്യോ ഞാനല്ല, എനിക്കൊന്നും അറിയില്ല. അയ്യോ മാറി. എന്നെ വിട്. അയ്യോ അടിച്ച് കൊല്ലണ. ദയവ് ചെയ്ത് അനുവേട്ടനൊന്നും ചെയ്യരുത്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാം, പ്ലീസ്. അനുവേട്ടൻ നിങ്ങളുടെ സഹോദരിയെ കൊന്നിട്ടില്ല. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. മിണ്ടിപ്പോകരുത്. ഇവന്റെ കൂടെ നിന്നെ ഇവളെയും തീർത്ത് കളയും ഞാൻ. ഇവനെ കൊണ്ടേ വണ്ടി കയറ്റാ. അയ്യോ ഇതൊരു പോലീസ് സ്റ്റേഷനല്ലേ? നിങ്ങൾ ഇവിടുത്തെ പോലീസുകാരല്ലേ? ഇതുപോലൊരു ഗുണ്ട പോലീസ് സ്റ്റേഷനിൽ കയറി അതിക്രമം കാണിക്കുമ്പോ നിങ്ങൾ നോക്കി നിൽക്കുവാണോ? എങ്ങനെയെങ്കിലും രക്ഷിക്കണം സർ, പ്ലീസ്. എന്നെ രക്ഷിക്കണം പ്ലീസ്. സാറേ, നിങ്ങളിതൊന്നും ചെയ്യാതെ. നിങ്ങളൊക്കെ പോലീസുകാരല്ലേ? അർച്ചന,
ഇനിയും ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ലോകത്ത് എത്രയോ പേർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അവരൊക്കെ പിന്നെയും ജീവിക്കുന്നില്ലേ? കുറച്ചുനാള് നമുക്ക് വിഷമം ഉണ്ടാവും. ഇനിയും നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും. അപ്പൊ ഈ വിഷമമൊക്കെ മാറും. ഇങ്ങനെ വിഷമിച്ചിരുന്നാ നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടില്ലല്ലോ. അത് നമുക്ക് വിധിച്ചിട്ടില്ല. അങ്ങനെ കരുതിയാ മതി. ഇതൊന്നും എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, എന്നാലും അതിന്റെ മുഖം ഒന്ന് കാണാൻ പറ്റാതെ. അങ്ങനെ ചിന്തിക്കരുത് സ്നേഹേ. ആ കുഞ്ഞ് ജനിച്ച ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലോ? ഇതിപ്പോ അങ്ങനെ ഒരു മുഖം മനസ്സിലില്ലാത്തതുകൊണ്ട് അത്രയും കുറച്ച് വിഷമിച്ചാ മതിയല്ലോ. എന്റെ വിഷമം മരണം വരെ ഇനി മാറില്ല. അത് അനുഭവിക്കുമ്പോഴേ നിനക്കത് മനസ്സിലാവും. അവന്തികേട്ടത്തി പറഞ്ഞതുപോലെ അച്ഛനടുത്തിന്റെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ഇപ്പൊ എന്റെ സംശയം.